വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന കർക്കിടകം സ്പെഷ്യൽ ഉലുവ കഞ്ഞി എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഉലുവ കൊണ്ടുള്ള ഒരു ഒഴിച്ചുകറി കൂടി ഞാൻ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. ലിങ്ക് ഞാൻ കാർട്ടിൽ കൊടുത്തേക്കാം. അപ്പം ഇന്ന് തയ്യാറാക്കുന്ന വിഭവം ഒരു സ്നോ പുഡിങ്. പേര് പോലെ തന്നെ മഞ്ഞു പോലെയുള്ള ഒരു പുഡിങ്. ഇതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാം. സ്നോ പുഡിങ് അഥവാ മഞ്ഞു പോലെയുള്ള പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. സ്നോ പുഡിങ് തയ്യാറാക്കുന്നതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ പഞ്ചസാര, പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയാണ്. നിങ്ങൾക്ക് 2 or 3 മുട്ട എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. വാനില എസൻസ് ആണ്. ഇത് എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് വാനില എസൻസ് ഉപയോഗിക്കാം. പുഡിങ് തയ്യാറാക്കുന്നതിന് ആദ്യം നമുക്ക് അതിനൊരു കോട്ടിങ് തയ്യാറാക്കണം. അതിനായിട്ട് പഞ്ചസാര നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് പഞ്ചസാരയാണ്. ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. നമ്മുടെ പഞ്ചസാര നന്നായിട്ട് ഉരുകി ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രം എടുക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റീൽ പാത്രമാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് അടപ്പുള്ള പാത്രമോ ടിഫിൻ ബോക്സോ എന്ത് വേണേലും എടുക്കാം. അതിലേക്ക് നമ്മൾ ഈ ഉരുക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് പാത്രത്തിൽ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഞാനിത് ജസ്റ്റ് അതിൻ്റെ മുകൾ ഭാഗത്ത് വരത്തക്ക വിധത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ എടുത്തു വെച്ചിരുന്ന മുട്ടയിൽ നിന്ന് ഞാൻ മഞ്ഞക്കരുവും വെള്ളയും 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ മഞ്ഞക്കരു വേണ്ട. ഇനി നമുക്ക് ഈ വെള്ള നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് ഉപയോഗിക്കാം. കുറച്ച് സമയം കൂടുതൽ എടുക്കുമെന്നേ ഉള്ളൂ. വിസ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ പ്രോസസ്സ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര വേണം. ഇൻ കേസ് നിങ്ങൾ വിസ്ക് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പൊടിച്ച പഞ്ചസാര വേണം ഉപയോഗിക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിക്കുന്നത് കൊണ്ട് പഞ്ചസാര അതേപോലെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. വിസ്ക് ഉപയോഗിക്കുന്നവർ പൊടിച്ച പഞ്ചസാര ചേർത്താൽ പെട്ടെന്ന് നമുക്കത് ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കി എടുക്കാം. അപ്പം ഞാനിതിപ്പം ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ ബീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ പാത്രത്തിൽ വെള്ളമയം ഒന്നും ഇല്ലെന്ന് പ്രത്യേകം ഉറപ്പ് വരുത്തണം. ഇത് ബീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇടയ്ക്ക് നമുക്ക് കുറേശ്ശെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ബീറ്റ് ചെയ്യട്ടെ. ഇപ്പം ഞാൻ ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഒരു നല്ല ഫ്ലേവറിന്. മുട്ട ചേർക്കുന്നത് കൊണ്ട് ആ മുട്ടയ്ക്കുള്ള മണം ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് വീണ്ടും വാനില എസൻസ് ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മളിങ്ങനെ കമത്തുമ്പോൾ ഇത് താഴെ പോകരുത്. അതാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. സെറ്റ് ചെയ്യാൻ വെച്ച പാത്രമില്ലേ, അതിലേക്ക് നമുക്ക് കുറേശ്ശെ ബീറ്റ് ചെയ്ത ഈ മുട്ടയുടെ വെള്ളം നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീം ചെയ്യാനാണ് പോകുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇഡലിച്ചെമ്പ് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ കടായിൽ ഒരു സ്റ്റാൻഡ് ഇട്ട് വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചു തുടങ്ങി. ടിന്ന് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു അടപ്പ് കൊണ്ട് അടയ്ക്കുക. അപ്പം നിങ്ങൾക്ക് ടിഫിൻ ബോക്സ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ അടപ്പ് തന്നെ ഉപയോഗിക്കുക. ഒരല്പം ലൂസായിട്ട് അടപ്പിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ മൂടി കൊണ്ട് അടയ്ക്കാം. ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറക്കാം. അപ്പം ഞാൻ ഇത് വെക്കുന്നതിന് മുന്നേ നിങ്ങളോട് ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ സ്റ്റീൽ പാത്രമാണ് വെക്കുന്നതെങ്കിൽ ഒരു ചെറിയ ഗ്യാപ്പ് കൊടുക്കണം. ഇനി ഫോയിൽ പേപ്പറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 1-2 ഹോൾസ് മുകളിൽ ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പം നമുക്ക് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ദേ നമ്മുടെ സ്നോ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം എത്ര സോഫ്റ്റാണ് നമ്മുടെ പുഡിങ് എന്ന്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇത് നിങ്ങൾക്ക് ചൂടോടെ ഉപയോഗിക്കാം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. നിങ്ങൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടോ നമ്മുടെ പുഡിങ് എത്ര സോഫ്റ്റ് ആണെന്ന് നോക്കിക്കുക. നമുക്ക് കാണുമ്പോഴേ അറിയാം എത്ര സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.